LDFിന്റെ കൺവെൻഷൻ തുടങ്ങാൻ പോകുന്നു. അവിടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി. നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിലമ്പൂരിൽ LDF കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്, വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ദീപക്, LDFിന്റെ കൺവെൻഷൻ ആരംഭിക്കാൻ പോകുന്നു. വേദിയിൽ ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയെ കാണാം, KK ശൈലജയെ കാണാം. എന്താണ് വിവരങ്ങൾ? ഗോപി, നിലമ്പൂരിൽ ആവേശം വിതറിക്കൊണ്ടുള്ള ഇടതുമുന്നണിയുടെ കൺവെൻഷനാണ് ആരംഭിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ എത്തിക്കഴിഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗം മണ്ഡലത്തിന്റെ ചുമതലയുള്ള A വിജയരാഘവൻ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മറ്റൊന്ന് മുന്നണിയുടെ നേതാക്കൾ എല്ലാവരും, LDF കൺവീനർ TP രാമകൃഷ്ണൻ, വിവിധ ഘടകകക്ഷികളുടെ നേതാക്കൾ ബിനോയ് വിശ്വം, അതുപോലെ ജോസ് കെ മാണി തുടങ്ങിയ മിക്കവാറും എല്ലാ നേതാക്കൾ, മന്ത്രിമാർ AK ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ മലപ്പുറം ജില്ലയുടെ മന്ത്രിയായ V അബ്ദുറഹ്മാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ, ഇടതുമുന്നണിയുടെ നേതൃനിര എല്ലാം തന്നെ ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് വലിയ രീതിയിലുള്ള ജനസംഖ്യയാണ്. ജനസാഗരം നിലമ്പൂരിൽ ഇളകിയെത്തി എന്ന് നമുക്ക് വളരെ മിതമായി പറഞ്ഞാൽ തന്നെ ജനസാഗരം ഇളകി നിലമ്പൂരിലെ കൺവെൻഷനിലേക്ക് എത്തി എന്നുള്ളതാണ്. കാരണം കൺവെൻഷന്റെ ഈ സമ്മേളന നഗരി കവിഞ്ഞ് പുറത്തേക്ക് ജനം സമ്മേളനം ആരംഭിക്കും മുൻപ് തന്നെ എത്തിക്കഴിഞ്ഞു. ഞാൻ കാലത്ത് മുതൽ പറഞ്ഞിരുന്നു, CPIM വളരെ കൃത്യമായി സംഘടനാ ചിട്ടയോടുകൂടി ബൂത്ത് കമ്മിറ്റികൾക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകി വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഒരു കാഴ്ച എന്നോണം വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഈ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഗോപി കാണാൻ സാധിക്കും. ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ്. അൻവർ ഉയർത്തിയ വെല്ലുവിളി, ആ വെല്ലുവിളിക്കുള്ള മറുപടി, ഒപ്പം തന്നെ അൻവറിനെ പ്രോത്സാഹിപ്പിച്ച UDFനുള്ള മറുപടി, പ്രത്യേകിച്ചും M സ്വരാജിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അതിന് വിശേഷിപ്പിക്കപ്പെട്ടത്. അതിലൂടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നിപ്പോൾ അൻവർ രാഷ്ട്രീയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉറ്റുനോക്കേണ്ടതാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ സംസാരിക്കും. ഗോപി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകുന്നത്. നിലമ്പൂരിൽ LDF കൺവെൻഷൻ ആരംഭിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇടതുമുന്നണിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പം മുൻപ് PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പിണറായിസത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ VD സതീശന് പിന്നിലും പിണറായി വിജയനാണ് പ്രവർത്തിക്കുന്നത് എന്ന പുതിയ ആരോപണം ഉന്നയിക്കപ്പെട്ടു. ഇപ്പോൾ അതിനൊക്കെയുള്ള രാഷ്ട്രീയ മറുപടിയായിരിക്കും ഇടതുമുന്നണി കൺവെൻഷനിൽ മുഖ്യമന്ത്രി നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് കേളികൊട്ടുണർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി കൺവെൻഷനിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പോകുന്നു എന്നതിൽ ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ LDF കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ A വിജയരാഘവൻ എന്നിവരെ നമുക്ക് വേദിയിൽ കാണാം. KK ശൈലജ എന്നിവർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഒരു കടുത്ത രാഷ്ട്രീയ പോരിലേക്ക് നിലമ്പൂർ മണ്ഡലം മാറുകയാണ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി ഒരു നിലം തൊടാ പോരിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നിലമ്പൂർ. UDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്നതിൽ നിന്ന് മാറി ഒരു ചതുഷ്കോണ മത്സരത്തിന്റെ ശക്തമായ പോരാട്ടത്തിനുള്ള വേദിയായി നിലമ്പൂർ മണ്ഡലം മാറുന്നു. ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക്, രാഷ്ട്രീയ വിവാദങ്ങൾക്കുള്ള മറുപടിയായിരിക്കും LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും.